കയ്യിൽ ഭദ്രമല്ല എന്ന ആശങ്കയിന്മേൽ ചൈൽഡ് ഹെൽപ്പ് ലൈന് പരാതി ലഭിച്ചിരിക്കുന്നു. രേണുസുതിക്ക് ഒരു പൂട്ട് വീണല്ലോ. രേണുസുതിക്കെതിരെ കേസും കാര്യങ്ങളൊക്കെ ആയാലും ഈശ്വര എന്തോ മൈൻഡ് സ്റ്റോൺ മീഡിയക്കകത്താന്ന് തോന്നുന്നു. ഒരു ഇന്റർവ്യൂ എടുത്തതിനകത്ത് നീ കുഞ്ഞിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞിനെയും ഒക്കെ കൊണ്ട് ജീവൻ അവസാനിപ്പിക്കുമെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നത് എന്തായാലും ഇങ്ങനെയൊക്കെ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയ വന്നിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ വിളമ്പല്ലേ എന്നുള്ള രീതിയിലാണ്. പക്ഷേ രേണു അത് കേൾക്കുമോ? ഇല്ല. നമ്മളെ വന്നിട്ട് വിമർശിക്കാൻ മാത്രമേ രേണുവിന് പറ്റത്തുള്ളൂ. ഈ അടുത്ത സമയത്താണെങ്കിലും ഋതപ്പനെ കൊണ്ടുവന്നിട്ട് അല്ലെ മുറിവിൻ്റെ കാര്യം, മോനെ ഇതെന്താ മോനെ പറ്റി, പിന്നെ അത് വേറെ രീതി മാറ്റി പറയുന്നു. അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ പൊന്ന് രേണു സോഷ്യൽ മീഡിയ വന്ന് പറയരുത്. പോരാത്തിന് ഈ അടുത്ത സമയത്ത് രേണു ഒരാൾക്കെതിരെ കേസ് കൊടുത്തല്ലോ, നമ്മുടെ അതുലിനെതിരെ. അപ്പോൾ ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ്. രേണുവിന് ഏത് രീതിയിലാണെങ്കിലും ഒരു പണി കൊടുക്കാന്നുള്ള രീതിയിൽ ഈ പോലീസ് സ്റ്റേഷനിൽ കയറുന്ന കാര്യങ്ങൾ അത്ര നിസ്സാര കാര്യങ്ങളൊന്നും അല്ല. ഓക്കെ, ഇപ്പം ആ കേസ് ഏത് രീതിയിലാണ് പോയെന്ന് എനിക്ക് അത്യാവശ്യം മനസ്സിലായിട്ടുണ്ട്. ആരാണ് കേസ് കൊടുത്തെന്നുള്ള രീതി ഞാൻ ആ വ്യക്തിനെ സ്ഥിരം കണ്ണാടി കൂടെ കാണുന്നതാണ്. ഓക്കെ, ഞാൻ ഇനി കൂടുതൽ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. വിവരമുള്ളവർക്ക് മനസ്സിലാവും ആരാണോ എന്താണെന്നുള്ള രീതിയിലൊക്കെ. എന്തായാലും നമുക്ക് ആ ന്യൂസിലോട്ട് പോകാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ് ചെയ്യുക, ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ എന്തായാലും അഭിപ്രായങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യാം നിങ്ങളുടെ. അതിപ്പം നല്ലതാണെങ്കിലും മോശമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഈ ഒരു കാര്യത്തിൽ എല്ലാവരും എന്നെ പ്രാകുന്നുണ്ട് കേട്ടോ, നല്ല രീതിയിലാണ്. നല്ല രീതിയിൽ ആൾക്കാരൊക്കെ എന്നെ പ്രാകുന്നുണ്ട്. എൻ്റെ കമൻറ്റ് ബോക്സ് കാണുമ്പോൾ മനസ്സിലാവും. പ്രത്യേകിച്ച് ഫേസ്ബുക്കിലാണെങ്കിൽ പോലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ പോലും എന്നെ ശരിക്കും ഇത് പറയുന്നുണ്ട്, കുത്തി സംസാരിക്കുന്നുണ്ട്. മറ്റുള്ള വിഷയങ്ങൾ എടുക്കുന്നില്ല. എന്താ ധൈര്യമുണ്ടോ, ഇല്ലാത്തവനാണോ, അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഉള്ളതോ ഇല്ലാത്തതിൻ്റെയൊക്കെ ഇവിടെ ആരെയും ബോധ്യപ്പെടുത്തി എനിക്ക് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, എന്നാൽ നമുക്ക് ആ കേസിൻ്റെ ഡീറ്റെയിൽ വെക്കുന്നതിന് മുമ്പ് നമുക്ക് സായി ചേട്ടൻ, അതായത് സീക്രട്ട് ഏജൻറ്റ്, ഒരു കാര്യം പറയുന്നുണ്ട്. രേണു ബിഗ് ബോസിൽ പോകുന്നതിൻ്റെ സംബന്ധമായിട്ടുള്ള ഒരു കാര്യങ്ങൾ അതൊന്ന് വെച്ചിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പിന്നെ അതുപോലെ തന്നെ ബിഗ് ബോസിൽ സെലക്ഷൻ ആയിട്ടുണ്ട്. ചേച്ചി ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും ഒക്കെ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തായാലും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ കൊണ്ടൊരു ഗുണമുണ്ടായെന്ന് പറയാം. എന്തായാലും അതുപോലൊരു നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടട്ടെ, അവരുടെ ജീവിതം അങ്ങനെ മാറുന്നെങ്കിൽ മാറട്ടെ. പിന്നെ സോഷ്യൽ മീഡിയ വന്നിട്ട് ഈ കിള്ളങ്ങളും ഒന്നും പൊക്കിയെടുത്ത് അടിക്കാതിരിക്കുക, അതായിരിക്കും നല്ലത്. ഇനി അവിടെ ചെല്ലും പിന്നെ എന്താണെന്ന് കണ്ടറിയാം. പിന്നെ വേറൊരുത്തി വന്നിട്ടുണ്ട്, സുധിയുടെ മുൻ ഭാര്യ എന്നൊക്കെ പറഞ്ഞ് എന്തൊരു പക്വതയോടുള്ള സംസാരം എന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ വേണം. എനിക്കാണെങ്കിൽ ചിരിയ വരുന്നത്. എന്നെ വിളിച്ച തെറികളും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് എൻ്റെ ഇപ്പോഴും കിടപ്പുണ്ട്. ഞാൻ അവരെക്കുറിച്ച് എന്തോ പറഞ്ഞിട്ടുള്ള രീതിയിലാണ് ഞാൻ അതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ അവരുടെയൊക്കെ സ്റ്റാൻഡേർഡ് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നില്ല. അതൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. സായി ചേട്ടൻ പറയുന്നത് കേൾക്കാം. ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ ലൈഫ് ബിഗ് ബോസിൽ വരുമ്പോൾ ഒരു പാസ്റ്റ് നമുക്കുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ബിഗ് ബോസിൽ പോയതാണ്, നിങ്ങളെവിടെ ഇതിൻ്റെ ഒരു പാസ്റ്റ് ഒന്നുമായിട്ട് കണ്ടിട്ടുണ്ടാവും. ബിഗ് ബോസിൽ പോയി ഞാൻ കളിച്ച ഷോയിൽ ഞാൻ എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ക്രിറ്റിസിസം ഉണ്ടാവും. പക്ഷെ അവിടെ ചെന്നതിൽ നമ്മളെ പാസ്റ്റ് ലൈഫ് ഇല്ല. അതെനിക്ക് പാസ്റ്റ് ക്ലീനാണ്. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും ആർക്കൊന്നും പറയാനുമില്ല, ഒന്ന് കുത്തിപ്പൊങ്ങി വരാനുമില്ല. പക്ഷെ രേണുവിന് സീൻ അങ്ങനെയൊന്നും ആയിരിക്കില്ല. രേണുവൊക്കെ ബിഗ് ബോസ് കയറി കഴിഞ്ഞാൽ രേണുവിനെ അടിക്കാനായിട്ട് ആൾക്കാരുണ്ട്. അത് പുള്ളിക്കാരൻ പറഞ്ഞ കറക്റ്റ് കാര്യങ്ങളെ. പുള്ളിക്ക് അങ്ങനെ പാസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ആ ഷോ കണ്ടതാണ്. പിന്നെ പുള്ളി അതിനകത്ത് എന്താ ചെയ്തതും നമ്മൾ ഒരു വലിയൊരു സംഭവം സിജോ പറയുന്നുണ്ട് ഒരു കാട്ടുത്രി പ്രതീക്ഷിച്ച് പോയതാണ്. പക്ഷേ പുള്ളിക്കാരൻ ഒരു വേറെ ട്രാക്കിലോട്ട് അങ്ങ് പോയി. ഞാനത് പേഴ്സണലി ഞാൻ ചേട്ടനോട് സംസാരിച്ചപ്പം എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അത് പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ശരിയാണെന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ പണ്ട് ഇയാളെ കല്ലെറിയാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഈ ഒരു ഷോ കണ്ടതിന് ശേഷം പിന്നെ കല്ലെറിഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ള രീതിയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് അയാളെ ഒരു പ്ലസ് പോയിന്റ് ആണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പം രേണുവിനാണെങ്കിൽ കുറച്ച് പാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് സോഷ്യൽ മീഡിയയിലാണ് അതിപ്പം അത്യാവശ്യം ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുക. പിന്നെ അത് മാത്രമല്ല, രേണു എനിക്ക് തോന്നുന്നു ഈ കുറേ കാര്യങ്ങൾ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ അതിനകത്ത് പോയി പറയായിരുന്ന കാര്യങ്ങളൊക്കെയാണ്. അതാണ് നമ്മൾ സോഷ്യൽ മീഡിയ എടുത്ത് പുറത്തിടുകയൊക്കെ ചെയ്തത്. ഓക്കെ, എന്തായാലും മുൻ ഭാര്യയുടെ പേര് ഇതുവരെ രേണു പറഞ്ഞിട്ടില്ല. ആ ഒരു കാര്യത്തിലാണ് ഞാൻ എപ്പോഴും തുറന്നു പറയാം. നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാരൊക്കെ കാണും, അവരോടൊരു കാര്യം ഞാൻ പറയാം, അതിനെ സപ്പോർട്ട് ചെയ്യരുതെന്ന് പറയുന്നതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ വെറുതെ ഒന്നും പറയാറില്ല. ഇപ്പം ഞാൻ ഈ വിഷയം കൂടുതൽ എടുക്കാനും കാര്യം അതുലിൻ്റെ ഒരു വിഷയം വന്നുകൊണ്ട് മാത്രമാണ്. പിന്നെ ഞാൻ പറയുന്നത് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതെല്ലാം ഒന്നും ഞാൻ ആൾക്കാരോടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എനിക്ക് എന്തൊക്കെയോ ഇച്ചിരി വേണ്ടപ്പെട്ടതെന്ന് തോന്നിയവരോട് മാത്രം കുറച്ച് കാര്യങ്ങൾ ഞാൻ ഓപ്പണായിട്ട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. വോയിസ് അയച്ചിട്ടുമുണ്ട് ഞാനത്. ഓക്കെ, എന്തെങ്കിലും ആട്ടെ. നമുക്കിനി കേസ് സംബന്ധമായിട്ടുള്ളൊരു കാര്യത്തിലോട്ട് നമുക്കൊന്ന് പോയിട്ട് പെട്ടെന്ന് വരാം. നമസ്കാരം. രേണു സുധിയുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും നിർണായകമായ ഒരു കാര്യം കൂടി സംഭവിച്ചിരിക്കുന്നു. രേണു സുധിയുടെ മകൻ 5.5 വയസ്സുകാരൻ ഋതപ്പൻ എന്ന് പറയുന്ന കുട്ടിയുടെ സുരക്ഷിതത്വം രേണു സുധിയുടെ കയ്യിൽ ഭദ്രമല്ല എന്ന ആശങ്കയിന്മേൽ ചൈൽഡ് ഹെൽപ്പ് ലൈന് പരാതി ലഭിച്ചിരിക്കുന്നു.
വിമൻ ആൻഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് ഹെൽപ്പ് ലൈനിലേക്ക് ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് പരാതി ലഭിക്കുന്നത്. മൈൽസ്റ്റോൺ മീഡിയ എന്ന് പറയുന്ന ഒരു സ്വകാര്യ യൂട്യൂബ് ചാനലിൽ രേണുസുധി നൽകിയ ഒരു അഭിമുഖത്തിൽ തന്റെ കുട്ടികളെ കൊന്നതിന് ശേഷം താൻ ആത്മഹത്യ ചെയ്യും, ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായാൽ എന്ന് പറയുന്ന ഒരു ഭാഗത്തെ മുൻനിർത്തിയാണ് ഈ കുട്ടികളൊന്നും തന്നെ രേണുസുധിയുടെ കയ്യിൽ സുരക്ഷിതരല്ല എന്നൊരു ആശങ്ക പരാതിക്കാരൻ ഉന്നയിച്ചിരിക്കുന്നത്. പരാതിക്കാരന്റെ പേര് തീർച്ചയായിട്ടും സ്വകാര്യമാണ്. കാരണം അയാൾക്ക് അത് സ്വകാര്യമാക്കി വെക്കാനുള്ള അംഗീകാരം അല്ലെങ്കിൽ അവകാശം ഈ നാട്ടിലുണ്ട്. രേണുസുധി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസവും അവരുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തൊരു വീഡിയോയ്ക്കകത്ത് രേണുസുധി 5 വയസ്സുകാരൻ ഋതപ്പനെ നിങ്ങൾ നോക്കിക്കോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പല ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഏകദേശം കാര്യങ്ങൾ എന്താണെന്നുള്ള രീതിയിലാണ്. പിന്നെ ആ വ്യക്തി മെയിൽ അയച്ചാകും തോന്നുന്നു കൊടുത്തത്, എനിക്കങ്ങനെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. പിന്നെ 5 വയസ്സുള്ള കുട്ടീനെ നോക്കിക്കോളൂ എന്നൊക്കെ ഒരു അമ്മമാർ വന്ന് പറയുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ആ വ്യക്തിയെ എടുത്ത് ഈ കൊച്ച് എത്രമാത്രം സുരക്ഷയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് ഈ അഡ്വക്കേറ്റൊക്കെ ഈ വീഡിയോസൊക്കെ കാണുമ്പം കുറച്ചെങ്കിലും എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരും കാണുമായിരിക്കും. അവർക്കും കൂടെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഇതിൻ്റെ എന്താണ് സത്യാവസ്ഥയെന്നും കാര്യങ്ങളൊക്കെ. ഓക്കെ, നമുക്കിനി ബാക്കി വീഡിയോയിലോട്ട് പോകാം. ഘട്ടങ്ങളിലും തൻ്റെ മകനെയും മൂത്ത മകൻ കിച്ചു എന്ന് പറയുന്ന കുട്ടിക്ക് 20 വയസ്സിന് മുകളിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുട്ടി വിമൻ ആൻഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലോ ചൈൽഡ് ഹെൽപ്പ് ലൈനിന്റെ പരിധിയിലോ വരുന്നയാളല്ല, കുട്ടിയല്ല. അതുകൊണ്ട് തന്നെ ഈ ഇളയ കുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കയാണ് ഇപ്പോൾ ഏറ്റവും അധികം ചർച്ചയാകപ്പെടുന്നത്. ഈ ഘട്ടത്തിലാണ് ചൈൽഡ് ഹെൽപ്പ് ലൈനിലേക്ക് പരാതി എത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചൈൽഡ് ഹെൽപ്പ് ലൈൻ അധികൃതർ രേണുസുധിയോട് സംസാരിച്ചിരുന്നു. രേണുസുധി ആദ്യഘട്ടത്തിൽ ഫോൺ എടുക്കുകയും വീട്ടിലേക്ക് വരൂ എന്ന് പറയുകയും ചെയ്തു. പക്ഷേ കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തിരികെ വിളിച്ചതിന് ശേഷം നിങ്ങളുടെ ഓഫീസ് എവിടെയാണ്, ഞങ്ങൾ അവിടേക്ക് വന്ന് മൊഴി നൽകാമെന്നാണ് ചൈൽഡ് പ്രൊട്ടക്ഷൻ അധികൃതരോട് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല വളരെ കൃത്യമായി രേണുസുധിയുടെ അച്ഛനാണ് തിരികെ വിളിക്കുന്നത്. മാത്രമല്ല സഹോദരിയും സംസാരിക്കുന്നുണ്ട്. ഇവരെല്ലാവരും തന്നെ വീട്ടിലേക്ക് വന്ന് അവിടെ ഗ്രൗണ്ട് റിയാലിറ്റി പരിശോധിക്കാൻ അനുവദിക്കുന്നില്ല. ചൈൽഡ് ഹെൽപ്പ് ലൈനിന്റെ ഒരു സ്ഥിരമായ ഒരു പ്രോട്ടോകോൾ, പരാതി ലഭിക്കും അവർക്കൊരു ടോൾ ഫ്രീ നമ്പറുണ്ട് 1098 എന്നുള്ളതാണ്. ഒരു കുട്ടിയുടെ സുരക്ഷിതത്വം, ആ കുട്ടിയുടെ ജീവൻ, എന്തെങ്കിലും അപകടം അല്ലെങ്കിൽ ആ കുട്ടിയുടെ എന്തെങ്കിലും പ്രതിസന്ധി, ആ കുട്ടി അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടോ തുടങ്ങിയുള്ള കാര്യങ്ങളിൽ കുട്ടിക്കോ കുട്ടിയുടെ ബന്ധുക്കൾക്കോ കാണുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്കോ പരാതി ഉണ്ടെങ്കിൽ ഈ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ചാൽ ബന്ധപ്പെട്ട അധികാരികൾ അത് ചൈൽഡ് ഹെൽപ്പ് ലൈനിലേക്ക് കണക്ട് ചെയ്യും. അവിടെയുള്ള കേസ് വർക്കർ അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഈ പരാതി ലഭിച്ചിരിക്കുന്ന ആളുകളുടെ അടുത്തു നിന്നും കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം അബ്യൂസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ പ്രശ്നത്തിലുള്ള കുട്ടിയുടെ ബന്ധപ്പെട്ട ആളുകളോട് രക്ഷിതാക്കളോട് ഓക്കെ, അപ്പം ആദ്യം രേണുവിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിച്ചു. അവർ വരാമെന്ന് പറഞ്ഞു, അവരിങ്ങോട്ട് വരാമെന്നുള്ള രീതിയിൽ സംസാരിച്ചു. പിന്നെ തങ്കച്ചൻ എന്ന് തോന്നുന്നു, അദ്ദേഹം അവരെ വിളിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരാമെന്നുള്ള രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തെന്ന് പറയുന്നു. ഓക്കെ, ഇപ്പം ഈ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയത്തില്ലേ, ഒരുത്തനിട്ട് അതും എന്താ പറയണ്ടേ, അവൻ കുറച്ച് കാര്യങ്ങൾ പുറത്ത് കൊണ്ടുവന്നായിരുന്നു. പള്ളിയിലച്ഛൻ്റെ കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയും ഒക്കെ ചെയ്തപ്പം അത് ഇവർക്കങ്ങ് കൊണ്ടു. അവനെതിരെ കേസും കൊണ്ട് കൊടുക്കുകയും ചെയ്തു. വേറെ ആരുമല്ല, നമ്മൾ അതുലിൻ്റെ കാര്യം തന്നെ. അന്ന് സ്റ്റേഷനിൽ ചെന്നതും പിന്നീടൊക്കെ നടന്ന കാര്യങ്ങൾ നമ്മൾ ഒരുപാട് വട്ടം മനസ്സിലായതാണ്. കാരണം പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് തോന്നുമ്പോൾ വരാനും പോകാനുള്ള സ്ഥലവും കാര്യങ്ങളൊന്നുമല്ല. അതവർ മനസ്സിലാക്കുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. അത് കുറച്ചും കൂടെ അത് അനുഭവിക്കണം. കാരണം എന്ന് വെച്ചാൽ ചുമ്മാ അത് ഒരാളുടെ പേരില്ല. ഓക്കെ, നമ്മൾ റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്നതാണ്. ഇവിടെ നിങ്ങളുടെ അടുത്തുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് നമ്മുടെ അടിയിൽ വന്ന് കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ പരമാവധി എല്ലാ കാര്യങ്ങളും പിടിച്ച് നിൽക്കുന്നുമുണ്ട്. ഓക്കെ, നമ്മളിനി കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമില്ല. എൻ്റെ ചേച്ചി കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് ഇപ്പം മനസ്സിലായല്ലോ. ദിവസമൊക്കെ തുടങ്ങാൻ പോവാണ്. അപ്പോൾ അവരെന്തായാലും അതിനകത്തോട്ട് പോവാണ്. അവർ പക്ഷേ മീഡിയയിലൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ പോകുന്നു എന്താണെന്നൊന്നും അവർ പറഞ്ഞിട്ടൊന്നുമില്ല. ഇതുപോലുള്ള കേസ് കെട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുവാണെങ്കിൽ രേണുവിന് ഷോയ്ക്കകത്ത് തന്നെ പോകാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതിനു മുമ്പ് ഇതെല്ലാം പറഞ്ഞ് സോൾവ് ആക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അതുകൊണ്ട് ഈ എടുത്തു ചാടി കേസ് മക്കാണോ എന്നൊക്കെ പറഞ്ഞാൽ ഈ നീതി കാര്യങ്ങളെന്നൊക്കെ നിങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, സത്യം അതിനും കൂടെ എന്തെങ്കിലും ഇത് കൊടുക്കണം. അത് കൊടുക്കാത്തതിൻ്റെ കുറേ നിങ്ങൾ അനുഭവിക്കുന്നുമുണ്ട്. ഓക്കെ, ഞാൻ കൂടുതലൊന്നും ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പറഞ്ഞാൽ ചിലപ്പം കൂടിപ്പോകും.